തണുപ്പുള്ള സമയങ്ങളിൽ സാധാരണയായി നമ്മുടെ തടി കൊണ്ടുള്ള ചപ്പാത്തി പലകയിലും കട്ടിംഗ് ബോർഡിലുമെല്ലാം പൂപ്പലാവാറുണ്ട്. ഇതുപോലെ അല്പം ഓയിലെടുത്ത് ചപ്പാത്തി പലകയുടെ എല്ലാ സൈഡിലും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അകത്തും പുറത്തും സൈഡിലുമെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷമാണ് വെക്കുന്നതെങ്കിൽ എത്ര നാൾ വെച്ചാലും ഈ ചപ്പാത്തി പലക പൂത്തുപോകില്ല. ചപ്പാത്തി കോലിലും ഇതുപോലെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തടി കൊണ്ടുള്ള കട്ടിംഗ് ബോർഡിലും ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്താൽ മതി, പൂത്തു പോകില്ല. ഇതും വളരെ ഉപകാരമുള്ള ഒരു ടിപ്പ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. അടുത്ത ടിപ്പ്, നമ്മുടെ മിക്കവരുടെയും വീടുകളിൽ ഇതുപോലുള്ള കിറ്റുകൾ ഒരുപാടുണ്ടാവും. സത്യം പറഞ്ഞാൽ അത് അവിടെ ഇവിടെയൊക്കെയായി വലിച്ചു വാരി കിടക്കുന്നത് കാണുമ്പോൾ ഒരു തലവേദന തന്നെയാണ്. ഉപയോഗശൂന്യമായ കിറ്റുകളൊക്കെ നമ്മൾ ഓരോ മാസവും കെട്ടിവെച്ച് ഹരിതകർമ്മസേനയുടെ ആളുകൾ വരുമ്പോൾ കൊടുത്തു വിടുമല്ലോ. നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കവറുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കും. അത് പുറത്ത് എവിടെ കൂട്ടിവെച്ചാലും അതിൽ പല്ലിയും പാറ്റയും ഉണ്ടെങ്കിൽ അതുമെല്ലാം കയറിപ്പറ്റും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈ കവറുകൾ പുതിയതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഈ കവറുകൾ ഓരോന്നായി എടുത്ത് അതിന്റെ ചുളുക്കമൊക്കെ മാറ്റിയ ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ കവറുകളും മടക്കിയെടുക്കുക. ടിഷ്യൂ ഒക്കെ ഉപയോഗിച്ച് തീർത്ത ശേഷം നമ്മൾ വലിച്ചെറിയുന്ന ഇതുപോലുള്ള കവറുകൾ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ എല്ലാ കവറുകളും മടക്കിയെടുത്ത ശേഷം ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ കവറുകളും എടുക്കാം. ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള റീയൂസ് ചെയ്യാൻ പറ്റുന്ന കവറുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊരു നല്ല ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പലരുടെയും പ്രശ്നം തന്നെയാണ്. പാല് കാച്ചാനായി ഗ്യാസിൽ വെച്ച് നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നീങ്ങും. പെട്ടെന്നാണ് തിളച്ചു തൂവി അടുപ്പ് മുഴുവനും വീഴുന്നത്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ തന്നെ കുറച്ച് സമയം വേണം. നമ്മൾ പാല് കാച്ചാനായി വെക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് ഒരു തവി ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ഇളക്കി കൊടുക്കാൻ മറന്നാലും പാൽ ഒട്ടും തന്നെ പുറത്തു പോവില്ല. പാൽ ഇതുപോലെ തിളച്ചു പൊന്തി നല്ലതുപോലെ മുകളിലേക്ക് വന്നാലും ഒട്ടും തന്നെ താഴെ പോകാതെ അത് താഴേക്ക് തന്നെ പയ്യെ താന്നോളും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സമയം മുഴുവൻ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കുക. അടുത്ത ടിപ്പ്,